ഇതിന് ബെസ്റ്റ് ഓഫ് വേൾഡ് റെക്കോർഡ് തരാനായിട്ട് വന്നിരിക്കുന്ന അധികാരികൾ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ അധികാരി, ഈ ദേവാലയ വികാരിച്ച് ബഹുമാനപ്പെട്ട ഡേവിസ് പുൽക്കോട് നമ്മുടെ കൂടെയുണ്ട്. ദേവാലയവും പരിസരവും നമുക്കിതിനു വേണ്ടി പ്രത്യേകമായി വിട്ടു തന്ന ബഹുമാനപ്പെട്ട വികാരിച്ച് കൊച്ചിസന്മാർക്കും കൈക്കാരന്മാർക്കും ഈ ദേവാലയത്തുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും എനിക്കേറെ ഇഷ്ടമുള്ള അമ്മമാർ, നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക. ഒത്തിരിയേറെ ത്യാഗം ചെയ്ത് ഈ ആവശ്യത്തിലേറെ ചൂടും വെയിലും സഹിച്ച് നിങ്ങൾ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ മാസങ്ങളായി നൃത്തം പഠിച്ച് പാട്ടുകൾ പഠിച്ച് ഒരുങ്ങി വരികയാണ്. നമ്മുടെ അതിരൂപത ഏറ്റവും ശക്തമായ സംഘടന ഏതായി ചോദിച്ചു കഴിഞ്ഞാൽ വേദിയാണ് എന്ന്. അത്രമാത്രം കൂട്ടായ്മയോടുകൂടെ ശക്തിയോടുകൂടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന നമ്മുടെ അതിരൂപത എല്ലാ ഇടവകളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടന. അമ്മമാര് വരാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ മാസങ്ങളെടുത്ത് ഒരുങ്ങി പാടി പഠിച്ച് ഡാൻസ് ചെയ്ത് പഠിച്ച് ഇവിടെ ആയിരിക്കുക. നിങ്ങളെല്ലാവരെയും ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കടപ്പാടും കൂടെ ഞാൻ ഹൃദ്യമായ സ്വാഗതം അർപ്പിക്കുകയാണ്. പറയുകയാണ്, ഏവർക്കും ഈ പരിപാടിയുടെ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിൽക്കുന്നു. തൃശൂർ അതിരൂപത മാതൃവേദിയിലെ 3000-ലധികം അമ്മമാർ അണിനിരന്ന് അവതരിപ്പിക്കുന്ന പുത്തൻപാന നൃത്താലാപന ആവിഷ്കാരം ഉദ്ഘാടനം ചെയ്യുവാനായി വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഭാരതത്തിലെത്തി പുത്തൻപാനയിലൂടെ മലയാള സാഹിത്യത്തിനും അതുപോലെ തന്നെ കേരളത്തിലും ഭാരതത്തിലും വലിയ ആത്മീയമായ സാഹിത്യപരമായ ഭാഷാപരമായ ഒപ്പം രാഷ്ട്ര നിർമ്മിതിക്ക് സാഹചര്യം ഒരുക്കുന്നതിന് വലിയ കാരണക്കാരനായ ഒരു മിഷണറിയാണ്. അദ്ദേഹത്തിൻ്റെ 325ാം ഭാരത പ്രവേശനത്തോടനുബന്ധിച്ച് പുത്തൻപാന രചിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് തൃശ്ശൂരിലെ അമ്മമാർ മാതൃവേദി ഇതാ മെഗാ പുത്തൻപാന പാരായണവും ഒപ്പം അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ വരവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഭാരത റെക്കോർഡിൻ്റെ വേൾഡ് റെക്കോർഡിൻ്റെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ തൃശ്ശൂരത്തെ മാതൃവേദിക്കാരിയുമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി പിതാവേ. അമ്മമാരെ, നമ്മൾ ഈ ഗ്യാപ്പ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അറിയുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടി എഴുതിയ ഗ്രന്ഥമാണ് പുത്തൻപാന. ജർമ്മൻകാരനും ഒരു വിദേശ മിഷണറിയുമായ അർണോസ് പാതിരിയാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഇതിൽ ദൈവത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്ര കഥ പറഞ്ഞ് അവിടുത്തെ കുരിശുമരണം, ഉയിർപ്പ്, ഉത്ഥാനം, കത്തോലിക്ക സഭാ സ്ഥാപനം വരെ പറഞ്ഞു നിർത്തുന്ന ഒരു കാവ്യശില്പമാണ് പുത്തൻപാന. സന്ധ്യാസമയത്ത് ഒരു പ്രാർത്ഥനാ ഗീതമായോ സന്ധ്യാനാമമായോ ഉപയോഗിക്കുവാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ് പുത്തൻപാന. ഇതിൽ 14 പാദങ്ങളുണ്ട്. 12ാം പാദം, അതായത് മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. കൊടുങ്ങല്ലൂർ അതിരൂപത മെത്രാപോലിത്ത ആവശ്യപ്രകാരമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പുത്തൻപാനയുടെ മറ്റൊരു പേരാണ് രക്ഷാകര ദേവകീർത്തനം. അർണോസ് പാതിരിയുടെ യഥാർത്ഥ നാമം ജോൺ ഏണസ്റ്റ് ഹാൻസ്ലിഡിയൻ എന്നാണ്. വേലൂർ എന്ന ഗ്രാമത്തിലാണ് പാതിരി മനോഹരമായ ദേവാലയം പണി കഴിപ്പിച്ചത്. ആ ദേവാലയം അർണോസ് ദേവാലയം എന്നറിയപ്പെടുന്നു. മാർത്തോമ നസ്രാണികൾക്ക് വേണ്ടി കാവ്യഭാവനയിലൂടെ ക്രിസ്തു ദർശനം ഉൾപ്പെടുന്ന പുത്തൻപാന വളരെ ലളിതമായി ചിത്രീകരിച്ച് നൽകി അർണോസ് പാതിരി. ആ പുണ്യാത്മാവിനെ സ്മരിച്ച് തൃശൂർ അതിരൂപതയിലെ 3000-ൽ പരം അമ്മമാർ അണിനിരക്കുന്ന ഈ നൃത്താലാപന കാവ്യശില്പ ആവിഷ്കാരം ഇതാ നമുക്ക് ആരംഭിക്കാം.
ദുഃഖമൊക്കെ പരമാ
എല്ലാവരും ഉയർന്ന് കൈകളടിക്കുക. അതിമനോഹരമായിരുന്നു. ഡാൻസ് കളിച്ച എല്ലാവരും ആ സ്റ്റേജിൽ തന്നെ നിൽക്കുക. സ്റ്റേജിലേക്ക് നിങ്ങൾ ആദ്യം നിന്ന പോലെ അമ്മമാർ ഒരു വഴി ഇവിടെ ഇടുക. ഫ്രണ്ടിലെ 3000-ലധികം അമ്മമാർ അണിനിരന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് അധികൃതരിൽ നിന്നും അഭിവന്ദ്യ പിതാവിൽ നിന്നും ഏറ്റുവാങ്ങുകയാണ്. തൃശൂർ അതിരൂപത മാതൃവേദി. ഒരു അനുഭവമായിരുന്നു. നിങ്ങൾ നൃത്താവിഷ്കാരം കൂടെ ജർമ്മൻ മിഷണറി ഒരു അമ്മയുടെ ദുഃഖം ഇത്ര മനോഹരമായിട്ട് ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ മലയാളത്തിൽ എഴുതി വച്ചിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങളോട് നന്ദി പറയുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൻ്റെ അഡ്ജുഡിക്കേറ്റർമാരായിട്ടാണ് ഞങ്ങൾ രണ്ടുപേര്. ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഞാൻ ജോസ്, എൻ്റെ കൂടെ പീറ്റർ. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ആണ്. നിങ്ങൾക്കിത് 4ാമത്തെ റെക്കോർഡാണ്. ഞങ്ങൾക്കും ഓരോരുത്തരെയും മുഖങ്ങൾ ഞങ്ങളിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. ഹാട്രിക്ക് കഴിഞ്ഞുകൊണ്ട് 4ാമത്തേന് വേറെ വാക്കില്ലാത്തതുകൊണ്ട് 4ാമത്തേന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുമ്പുണ്ടായിരുന്ന റെക്കോർഡ് പുത്തൻപാറയിൽ 1518 പേര് തെക്കൻ താണിശ്ശേരി ഇരിങ്ങാലക്കുട തെക്കൻ താണിശ്ശേരി ഇടവക ചെയ്തതായിരുന്നു. മെഡലും അഭിവന്യ പിതാവിന് കൈമാറുകയാണ്. എല്ലാവരും ഒത്തുചേരണമെന്ന് ആഗ്രഹിക്കുന്നു. മാതൃവേദി അവതരിപ്പിച്ച മെഗാ പുത്തൻപാനയിലൂടെ റെക്കോർഡ് 4ാമതായി തൃശൂർ അതിരൂപത കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഉയർന്ന കരഘോഷത്തോടെ നമുക്ക് ഈ വേള ആഹ്ലാദിക്കാവും. വളരെ മനോഹരമായി തന്നെ 7 പേര് ഇതിൻ്റെ നൃത്തം ഇവിടെ ആവിഷ്കരിച്ചു. വളരെ മനോഹരമായിരുന്നു. 6 പേര്. അതിനോടൊപ്പം അണിചേർന്ന പ്രിയ അമ്മമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ വേദിയിൽ നന്ദി അർപ്പിക്കുന്നതിനായി പുത്തൻപാന കോർഡിനേറ്റർ ശ്രീമതി ലിസി പോളിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.